എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ അറിയാലോ നമ്മളിപ്പോൾ ഹോസ്പിറ്റലാണുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രി നല്ല കാര്യമായിട്ടൊന്നും എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ ഒന്ന് ഉറങ്ങി വന്നപ്പോഴത്തേക്കും ഒരു 5:30 ആയപ്പോൾ അമ്മയ്ക്ക് ചായയും ബണ്ണും മേടിച്ച് കൊടുക്കാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ കാരണം ഉറക്കത്തിൽ നിന്ന് എണീച്ച് ഏത് വഴിയെ പോയെന്ന് പോലും അറിയത്തില്ല. ഞാൻ ഏതോ വഴി പോയിട്ട് പിന്നെ സിസ്റ്റർമാരെ താഴേക്ക് പോകുന്ന വഴി ഏതാണെന്ന് ചോദിച്ചു അങ്ങനെ ഇറങ്ങിപ്പോയി. അമ്മയ്ക്ക് ചായയും ബണ്ണും വാങ്ങിയിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ കാപ്പി എപ്പോഴാണ് കൊടുക്കുന്നതെന്ന് അറിയില്ല. കാപ്പി മേ ബി റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കുകയാണോ അല്ലെങ്കിൽ ലേറ്റ് ആവുമെന്നുണ്ടെങ്കിൽ മേടിച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ റൂമിലേക്ക് ഷിഫ്റ്റ് ആവും അന്നേരം മേടിച്ചാൽ മതി. പിന്നെ ഇപ്പം ഞാനും ലിജിമോളും ശ്രീകുട്ടനുമാണ് റൂമിലുള്ളത്. അവർ രണ്ടുപേരും എണീറ്റു. ഇനി ഞങ്ങൾക്ക് താഴെ അമ്മച്ചീനെ കാണാൻ പോകണം. 7 മണിക്ക് കാണിക്കും. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അമ്മ ഓക്കെ ആയിട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു സിസ്റ്ററിനോട് എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ പറഞ്ഞു ഓക്കെ ആയിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ കിടക്കുന്ന ആൾക്കാരെ കാണണ്ടേ? ഇവിടെ വേറൊരു ഇന്നൊരാൾ മൂടി പോയിച്ചിരിക്കുക. ഷർട്ടൊന്നും ഇടാത്തന്നെ ഉടനെ തന്നെ ഞാൻ കാണിക്കും പറഞ്ഞപ്പോഴത്തേക്ക് അത് എടുത്തിട്ട് കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ പോയി എലിക്കുട്ടിയമ്മേനെയും കണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് പയ്യെ ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങിയിട്ട് വരും. ഇല്ലേ അതിനാ ഗുളിക കഴിക്കാറുണ്ട്. തൈറോയിഡിന്റെ ഗുളിക കഴിക്കാൻ അത് കൊണ്ടുവന്നില്ല കേട്ടോ. ആണോ? തൈറോയിഡ് നോർമലായി, എന്നാലും നമ്മൾ കഴിക്കുമ്പോൾ ഡെയിലി കഴിക്കണം കേട്ടോ. അതാണ് അത് കഴിച്ചില്ല. നാളെ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ട്, ഡെയിലി കഴിക്കേണ്ടതാണ്. എന്നാലും നമ്മൾ ഇല്ലാത്ത സാധനം എന്തെങ്കിലും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എണീപ്പിച്ചിട്ട് മുടിയൊക്കെ ഞങ്ങൾക്ക് ചീവി ചുന്തിരി കുട്ടിയായിട്ട് വേണം പോവാൻ. അമ്മ കണ്ടില്ല ഇന്നലെ ലിജിമോള് അമ്മച്ചി കണ്ടു. അത് കഴിഞ്ഞ് ലാസ്റ്റ് അടയ്ക്കാൻ നേരത്തെ കണ്ടേ. കാരണം ലിജിമോൾ ഇരിക്കുന്നുണ്ട് നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. പക്ഷെ അമ്മേനെ വൃത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കറക്റ്റ് ഗ്ലാസിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു അമ്മ കിടന്നത്. ശരിക്കും അമ്മേനെ എത്രത്തോളം ഞങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇന്നലെ മനസ്സിലായി. അത്രയധികം വിഷമിച്ച് അത്രയധികം മിസ് ചെയ്തു. അത്രയധികം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൈൻഡ് ഫുൾ ഔട്ടായിരുന്നു അമ്മേനെ കാണുന്നവരെ. പിന്നെ ഞാൻ വീഡിയോസൊക്കെ എടുത്തു. ഓക്കെ ആയിരുന്നപ്പോൾ സമാധാനം. അതുപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങളും പിന്നെ എല്ലാവരും പ്രാർത്ഥിച്ചു. ഒരുപാട് സന്തോഷം. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ലിജിമോൾക്ക് അറിയും. അതുകൊണ്ട് നമുക്ക് വേഗം പോകാം. ഞങ്ങൾ ഒന്ന് ഫ്രഷായി ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് വാടാ. എവിടെയാ ലിഫ്റ്റ്? എവിടെയാ ലിഫ്റ്റ്? ഇവിടെ ഉണ്ടോ? ഒരെണ്ണം ബാ. ഇവിടെയാണോ അവിടെയാണോ? എവിടെയുണ്ടോ ഒരു ലിഫ്റ്റ്? എവിടെയുണ്ടോ? ഞാൻ കൊണ്ടോ പിടിക്കാൻ കൊണ്ടോ? ഇറക്കമല്ലേ? ഇവിടെയല്ല എന്താ ഇവിടെ നോക്കട്ടെ. പിന്നെ എന്നെ പിടിക്കടാ. നോക്കി ലിജിമോളുടെ വീൽ ചെയർ ഓപ്പറേറ്ററാണ്. ഉറക്കപ്പിച്ചിരിക്കുക അല്ല. ഫസ്റ്റ് ഫ്ലോറിൽ പോകണം. ഐസിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. സമയം 55 ആയിട്ടുണ്ട്. കറക്റ്റ് 7 മണിക്ക് അത് കാട്ടാൻ പറ്റുള്ളൂ. കാട്ടിട്ടാൻ മാറ്റി ഒരു 5-10 മിനിറ്റ് കൂടിപ്പോയാൽ 10 മിനിറ്റ് കാണിക്കും. നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അവിടെ തുറക്കാനായിട്ട്. അമ്മേനെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി കേട്ടോ. അമ്മേനെ ഇനി ഡോക്ടർ വന്നാലാണ് റൂമിലേക്ക് മാറ്റാൻ പറ്റുമോ അറിയാൻ പറ്റുള്ളേ. കാപ്പി മേടിച്ചോണ്ട് പോയാൽ പോരെ? അവിടെ ഓർഡർ ചെയ്യാനാ? ഓർഡർ ചെയ്യണോ? വേണ്ടേ? ശരി. ക്യാൻറ്റീനിലേക്ക് പോകാം. ഞാൻ ഇറക്കട്ടെ?
ഞാൻ നിൽക്കാം. ഇപ്പം നമുക്ക് ചായ കുടിക്കാം. അങ്ങനെ ചായ കുടിക്കാൻ കയറി. ഒരു 2 പാലും വെള്ളം. അടുത്ത നമുക്ക് പാലും വെള്ളം കേട്ടോ. എനിക്കറിയാലോ, ഞങ്ങൾ 2 ചായ. ഞാനത് വിത്തൗട്ട് വന്നിട്ട് വിട്ട് മേടിച്ചു. ഞങ്ങളിതൊക്കെ കുടിക്കട്ടെ കേട്ടോ. ആറ്റി കൊടുക്കണം നോക്ക്. വാ അവിടെ എന്നിട്ടാണ് കയ്യിൽ വെച്ചിട്ട് സുന്ദരി. ഇഞ്ചുമോളുടെ വേസ്റ്റ് സെൻസിഡൈനാണ് കേട്ടോ. സെൻസിഡൈൻ ഇട്ടേ തേക്കുള്ളൂ മൊയിലാളി. നിങ്ങളുടെ മൊയിലാളി എങ്ങനെയാ? അതെന്താണെന്നറിയാവോ? സെൻസിഡൈനായിട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ പല്ലുവേദന ഉണ്ടാവില്ല. നല്ല ഒരു പേസ്റ്റാണ് കേട്ടോ. പല്ലുവേദന അല്ല, പല്ല് പുളിപ്പ്. ഞാൻ കുന്തണം. നമ്മൾ അമ്മച്ചിക്ക് കഞ്ഞി മേടിക്കാൻ പോട്ടെ. അമ്മേനെ റൂമിൽ കൊണ്ടുവന്നു. ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി വരാവേ. ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന വിചാരിച്ച് സ്റ്റെപ്പ് ഇറങ്ങി പോകും. ശ്രീകുട്ടൻ ആദ്യം മുഴുവൻ കൊണ്ടു ഇതിനകത്ത് പയറ് തോരനുമാണേ. ഉണ്ടാവുന്നതായിട്ട് പിടിക്കാം. അങ്ങനെ ആളിങ്ങ് എത്തിയിട്ടുണ്ട് ഗൈസ്. ട്യൂബ് ഇട്ടേക്കോട്ടെ. ട്യൂബ് ഇട്ടെന്ന് വന്നിട്ട് അവിടെ ട്യൂബ് മാറ്റിയിട്ട് പോകാൻ പറ്റും. നാളെ നടത്തി മാറ്റാം. ഓക്കെ ആയിട്ടിരിക്കുന്ന അമ്മച്ചിക്ക് ഞാൻ കഞ്ഞി പയറ് തോരൻ ചെറുപയർ തോരൻ കൊടുക്കാൻ പോകണം. ഇതൊന്നും കഴിച്ചില്ല. കൊടുക്കട്ടെ. ഗീ റോസ്റ്റും നെയ് റോസ്റ്റും തന്നെ. നെയ് റോസ്റ്റ് കഴിക്കാം. ഇവിടെ TV ഒക്കെ വെച്ച് കണ്ടുകൊണ്ടിരിക്കുക ഒരാൾ. ചേട്ടായി വന്നിട്ട് കഴിക്കണം എന്ന് പറഞ്ഞു. ഇപ്പം അമ്മച്ചിട്ട് കഞ്ഞി ഞാൻ കോരി കൊടുത്തിട്ട് അമ്മയ്ക്ക് പറ്റുന്നില്ല. അമ്മ തന്നെ കോരി കുടിക്കുക. വെള്ളം കുടിക്കാവോ? കുടിക്കുന്നതിന് ഇറക്കുന്നതിന് കുഴപ്പമില്ല. തടസ്സമല്ലേ പോയില്ലടാ. കളയാതെ ഇത് സാധിക്കില്ലേ? ഞാൻ പിടിക്കാം. വേണ്ടത് വെച്ചാൽ ഞാൻ പിടിച്ചോളാടി. അമ്മേനെ ശരിക്കും ഇന്നലെ ഞങ്ങൾ മിസ് ചെയ്തു. ഇന്നലെ ഒരു ദിവസം കൊണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് പിന്നെ ചെയ്യും. കാരണം സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കേണ്ടത് ഞാൻ പറഞ്ഞതല്ല. അമ്മ മിണ്ടാതിരിക്കുന്നില്ല. അധികം സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കില്ല. സൗണ്ടിൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. കഞ്ഞിയുടിയൊക്കെ അമ്മയ്ക്ക് കഞ്ഞിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ വെള്ളം എടുക്കാൻ വേണ്ടി പോകട്ടോ. അതെ, വെള്ളം എടുക്കട്ടോ. ഹലോ. അങ്ങനെ നമ്മൾ 2 ദിവസമായിട്ട് കുറച്ച് ഓട്ടവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഉറക്കവും കാര്യങ്ങളും കുറേയായിട്ട് ഉറക്കമൊന്നും റെഡി ആവുന്നില്ല. എന്നെ കണ്ടാൽ മനസ്സിലാവും, എൻ്റെ കണ്ണിൻ്റെ ചുറ്റും കറുപ്പൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ ഉറക്കം ശരിയാകത്തും ഞാൻ ഇന്ന് ഇപ്പം നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. അപ്പോൾ അത് ഏലിക്കുട്ടിയമ്മ അവിടെ ഉണ്ട്. അവർ ചേട്ടായിയും കുഞ്ഞാച്ചിയും ശ്രീകുണ്ണും കൂടെ താഴെ എന്തോ പോയി ചായ കുടിക്കാനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ച് TV ഒക്കെ കണ്ട് കിടക്കും കേട്ടോ റൂമിൽ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയാം. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് തീരാത്ത അത്രയും സ്നേഹവും ഒക്കെയാണ് കേട്ടോ. കാരണം നിങ്ങൾ അത്രയധികം സപ്പോർട്ട് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ടും ഒക്കെ നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് ആരും ഇല്ല എന്നുള്ളൊരു ചിന്തയും തോട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അമ്മച്ചിയുടെ ആ ട്യൂബ് ഉണ്ടോ, ആ ട്യൂബ് മാറ്റിയിട്ടാണ് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ബി നാളെ മാറ്റും, ഇല്ലെങ്കിൽ നാളെ കഴിഞ്ഞേ മാറ്റത്തുള്ളൂ കേട്ടോ. ബ്ലഡ് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് അതെ. പിന്നെ എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കുന്നു. നമുക്ക് അധികം സംസാരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അത് സംസാരിക്കാം, പക്ഷെ അത്രയും സ്ട്രെയിൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങ് അധികം സംസാരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെന്താ, പിന്നെ കുറച്ച് ദിവസം നമ്മൾ എന്തായാലും കൊല്ലത്തുണ്ടാവും. ഓണമൊക്കെ കഴിഞ്ഞിട്ടാവും പോകുക. കാരണം
പെട്ടെന്ന് ട്രാവൽ ചെയ്യുന്നത് അമ്മയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ അവരുടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് തന്നെ നമുക്ക് ഏറ്റവും വലുതാണ് കേട്ടോ. അപ്പോൾ ചേട്ടായാണെങ്കിലും അമ്മ അച്ഛനും അവരെല്ലാവരും പിള്ളേരൊക്കെ ആണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ആരും വന്ന് വിളിച്ചിട്ട് നോക്കട്ടെ. പിന്നെ കോപ്പി കൊടുക്കണം കേട്ടോ അമ്മയുടെ. അപ്പോൾ ആധാർ അമ്മ കൊണ്ടുവന്നില്ല. ചേട്ടായുടെ കയ്യിൽ ആധാറുണ്ട്. അപ്പോൾ അതിൻ്റെ കോപ്പി എടുക്കാമെന്ന് പറഞ്ഞു. ചേട്ടായുടെ കയ്യിലുണ്ട്. ഫോണിൻ്റെ അകത്തുണ്ടോ? അപ്പോൾ എന്തായാലും അതിൻ്റെ കോപ്പി എടുത്ത് കൊടുക്കണം. നമുക്ക് എന്തായാലും ഇനിയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും. ലവ് യു ഓൾ. ടി വി ആണ്, ടി വിയുടെ സൗണ്ട് കൂട്ടി കൊടുക്കട്ടെ കേട്ടോ. ഇപ്പം ഞാൻ സൗണ്ട് കുറച്ചതാണ് പരസ്യ സമയത്ത് വീഡിയോ എടുക്കാമെന്ന് ഓർത്ത്. ഇട്ടിമാണി എന്ന് പറഞ്ഞ സിനിമയാണ് എനിക്ക്. പക്ഷേ മോഹൻലാലിൻ്റെ ഇഷ്ടമില്ലാത്തൊരു സിനിമകളിലൊന്നാണ് ഈ ഇട്ടിമാണി, മെയ്ഡ് ഇൻ ചൈന. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ സിനിമ. കാണാം, വോളിയം കൊടുക്കട്ടെ. പിന്നെ നമുക്ക് അപ്പം ഞാൻ ഇപ്പം എവിടെ പോകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചിയുടെ ആധാർ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു പറഞ്ഞില്ലേ. കുട്ടിയമ്മേനെ അവിടെ തന്നെ ആക്കിയിട്ട് പോകുന്ന നഴ്സുമാരുടെ അടുത്ത് പറഞ്ഞിട്ടാണ് പോകുന്നത്. വേഗം നമുക്ക് ചെല്ലണം വീട്ടിലോട്ട് റൂമിൽ. ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ അവിടുത്തെ സ്റ്റാൻഡിൽ ഒറ്റ ഓട്ടോ കിടപ്പില്ല. പിന്നെ എൻ്റെ കയ്യിലും ചില്ലറയില്ല, അക്കൗണ്ടിലെ പൈസ കിടക്കണേ. അപ്പോൾ ചിലവർക്കൊന്നും അത് പറ്റൂല. അതുകൊണ്ട് ഞാൻ പയ്യെ നടക്കാമെന്ന് വിചാരിച്ചു. അടുത്താ കിട്ടുമായിരിക്കും. അപ്പോഴേ ഞാൻ തിരിച്ച് റൂമിൽ വന്നേ. പിന്നെ പോകുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തത് എൻ്റെ ഫോൺ ഓഫായിരുന്നു. 5%. പിന്നെ എനിക്ക് പേയ്മെൻ്റ് ഒന്നും ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ ക്യാഷിലായിരുന്നു. ഇപ്പോൾ ഫോണിലല്ലേ ഉള്ളത്. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ അമ്മച്ചിക്ക് ഇതേ ചായ മേടിച്ചു, എനിക്കും മേടിച്ചു. അമ്മച്ചിക്ക് ഞാനൊരു കേക്ക് വാങ്ങിക്കൊടുത്തു. കേക്ക് കൊടുത്തുനിന്ന് പിന്നെ എനിക്ക് ഇതേ ഇലയട. ഡയറ്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ മേടിച്ചാണ് ഒരു ചായ. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഫുഡ് കഴിക്കാനാണ് വന്നതൊരു കമൻറ്റ് കണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പട്ടിണി കിടക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് ഫുഡ് കഴിക്കണമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് അവിടുന്ന് കൊല്ലം വീട്ടിൽ നിന്ന് 1 മണിക്കൂർ അടുത്തുണ്ട് ഇവിടെ വരെ. അപ്പം അതുകൊണ്ട് അവർക്ക് ഫുഡ് കൊണ്ടുപോകാൻ, അമ്മയും വയ്യാണ്ടൊക്കെ ഇരിക്കുന്നതല്ലേ. പിന്നെ ഹോസ്പിറ്റലിലേക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അമ്മ കൊണ്ടുവന്ന് കഴിഞ്ഞ ദിവസം ആ ഫുഡാണ് ഞങ്ങൾ കഴിച്ചത് ഇന്നലെ. പിന്നെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടുവരണ്ട, എനിക്കും അമ്മയ്ക്കുള്ള. അമ്മച്ചിക്ക് പിന്നെ കഞ്ഞി മതി എന്ന് പറഞ്ഞു. വൈകുന്നേരം ഓട്സ് മേടിച്ച് കൊടുക്കണം. എനിക്കാണെങ്കിൽ ഒരു ചോറ് മേടിച്ചിട്ടുണ്ടെങ്കിൽ 2 നേരം കഴിക്കാനുള്ളതുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചായയും ഒരു സ്നാക്സൊക്കെ കഴിക്കാമെന്ന് പറയുന്നത് അതൊക്കെ ഒരു 4 മണിക്ക് കഴിക്കുന്നതാണല്ലോ. അമ്മയ്ക്കും മേടിച്ച് കൊടുത്തു. അപ്പോൾ അതാണ് കാര്യം. പിന്നെ ഞാൻ എൻ്റെ ആധാറിൻ്റെ കോപ്പി എടുത്തിട്ടുണ്ട്. 3 എടുത്തതിൽ 1 അവർക്ക് കൊടുത്തു. ബാക്കി 2 ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. അമ്മയുടെ ഒറിജിനൽ ആധാറും ഇൻഷുറൻസ് കാർഡും കൊണ്ടുവന്നില്ല കേട്ടോ. അത് വലിയൊരു അബദ്ധമായി പോയി. ഇവിടെ ഇൻഷുറൻസ് എടുക്കുമായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കോപ്പിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആധാറിൻ്റെ കോപ്പി എൻ്റെ കയ്യിൽ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ എടുത്തു. നമ്മളൊരിടത്ത് പോകുമ്പോൾ എല്ലാം കൃത്യമായിട്ട് ഒന്നുകൂടെ എടുത്തു വെച്ചോ എന്ന് ഉറപ്പ് വരുത്തണം. കാരണം വേറൊന്നുമല്ല, എൻ്റെ കയ്യിൽ മിസ്റ്റേക്കാണ്. എന്നോട് എടുത്തു വെക്കാൻ അമ്മ പറഞ്ഞു. പിന്നെ ഞാൻ എടുത്തു വെച്ചോളാം എന്ന് പറഞ്ഞു. പിന്നീട് ഞാനത് പല കാര്യങ്ങളായതുകൊണ്ട് മറന്നുപോയി. അതാണ് മെയിൻ സംഭവിച്ച കാര്യം. പിന്നെ വേറൊന്നുമില്ല. നമുക്കിനി കുളിക്കണം. ഇന്നലെ കുളിക്കണം, ഫുഡ് മേടിക്കാൻ പോകണം. 8 മണിക്ക് മുന്നേ ഫുഡ് മേടിക്കാൻ പോകണം കേട്ടോ. ഇപ്പോൾ എനിക്കുള്ള കഞ്ഞി ഇരിപ്പുണ്ട്, ചോറ് ഇരിപ്പുണ്ട്. അമ്മയ്ക്കുള്ള ഓട്സ് മേടിച്ചാൽ മതി. അതാണ് പ്ലാന്. പിന്നെ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പിന്നെയും ഇത് പറയാനുള്ള കാരണം, ഇന്നിട്ട വീഡിയോ ആണെങ്കിലും ഇന്നലെ ഇട്ട വീഡിയോ ആണെങ്കിലും എല്ലാവരും അത്രയധികം സപ്പോർട്ട് ചെയ്താണ് മെസ്സേജ് അയക്കുന്നത്. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ പല വിഷമങ്ങളും മാറിപ്പോകുന്ന കമൻറ്റുകളാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നത്. നല്ല നല്ല വാക്കുകൾ. അതിൽ തിരിച്ച് പാരം വെക്കാൻ എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അമ്മച്ചി അവിടെ നിന്നേ ചായ കുടിക്കും, കാണിച്ചു തരാം കേട്ടോ. കാണാം. തിരിയണ്ട അങ്ങനെ ഇരുന്ന് കഴിച്ചോ. അത് അമ്മയ്ക്കിപ്പോൾ സംസാരിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അമ്മയുടെ ഏക ഒരു പേടി എന്തായിരുന്നു, സംസാരത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളൊരു പേടി. അത് ഞാൻ പറയാം, അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട. 99.9% നമ്മുടെ സൗണ്ടിനൊന്നും വരാം. കാരണം പഴയ സിസ്റ്റം അല്ല ഇപ്പം.
ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ പേടിക്കേ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ കണ്ടിട്ട് ആദ്യം ചോദിച്ചത് വേദന കുറഞ്ഞോ, സൗണ്ട് ഉണ്ടോ, സംസാരിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഞാൻ ക്ലാസ്സിൽ കൂടെ ചോദിച്ചത്. എല്ലാത്തിനും അമ്മ തലയാട്ടി. അമ്മയ്ക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. മനസ്സിലായിരുന്നോ? മനസ്സിലായോ? മനസ്സിലായെന്ന്. അപ്പോൾ അതാണ് കാര്യം. അമ്മ ഹാപ്പി ആയിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇഞ്ചക്ഷനും ആൻറ്റിബയോട്ടിക്കൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്ക് പെയിനൊന്നും ഇല്ല. പിന്നെ ആ ട്യൂബ് ഇട്ടിട്ടുണ്ട്. ട്യൂബ് നാളെ മാറുമായിരിക്കും. നാളെ മാറി നമുക്ക് നാളെ വീട്ടിൽ പോകാം കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചു. എത്ര പേരായിരുന്നു അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ? നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ച് ആൾക്കാരെ കണ്ടേ. നമ്മുടെ വീഡിയോ കാണുന്നവർ, കുഞ്ഞേശ്വരി ചേട്ടയുടെ, നമ്മുടെ എല്ലാവരുടെയും വീഡിയോ കാണുന്ന കുറേ ആളുകൾ കണ്ടു. ശരി സന്തോഷം. അവരടുത്ത് വന്ന് സംസാരിക്കും. ലിജി സുജിത്തിൻ്റെ അനിയത്തി വാവല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയധികം ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ കുറിച്ച് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു, നമ്മളോട് ഓടി വന്ന് സംസാരിക്കുന്നു. ഒരുപാട് സന്തോഷം കേട്ടോ, ഒരുപാട് സന്തോഷം. എനിക്കത് പറയാൻ വാക്കുകളില്ല. അത്രയധികം കണ്ട ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും എല്ലാവർക്കും എൻ്റെ ഹായ്. എനിക്ക് ആരുടെയും പേരൊന്നും ഓർമ്മയില്ല എങ്കിലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ഹോസ്പിറ്റലൊന്നും വെച്ച് ഇനി നമുക്ക് കാണാനുള്ള വരരുതേ നമുക്ക് എല്ലാവർക്കും പരസ്പരം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു. ഇനി പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ഉള്ളതൊക്കെ ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കാതിരിക്കില്ല, കാണിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഹാപ്പിയാണ്. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറി വരികയാണ്. അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും ഒപ്പം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല, എന്തായാലും ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ ഒരുപാട് പേര് എൻ്റെ ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്കത് നമ്പർ തരാം കേട്ടോ. കുറേ പേര് ചോദിച്ചു മോളെ നമ്മളോട് സംസാരിക്കാമെന്ന് നമ്പർ ഇടാമെന്നൊക്കെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ പേർക്ക് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പബ്ലിക്കായിട്ട് നമ്മൾ എൻ്റെ നമ്പർ ഞാൻ വേറെ ഒരു നമ്പറേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നോർത്തിട്ടാണ് ഞാൻ അങ്ങനെ ഇടാഞ്ഞത്. എന്തായാലും തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഒന്ന് മെസ്സേജ് ഇടണം കേട്ടോ, അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ മെസ്സേജ് ഇടണേ. പിന്നെ എനിക്കും എല്ലാവരും വിളിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ദൂരെ നിന്നൊക്കെ കുറേ ആൻറ്റിമാരൊക്കെ വിളിച്ചിട്ട് നമ്മളോട് ഒത്തിരി നല്ല വാക്കുകൾ, നല്ല ആശ്വാസ വാക്കുകൾ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഇതുണ്ടല്ലോ, അത് വേറെയാണ് കേട്ടോ. നമുക്കൊരു സപ്പോർട്ട്, മെൻ്റലി അവർ നമ്മളങ്ങ് സപ്പോർട്ട് ചെയ്യുമ്പം നിങ്ങൾ ഓരോരുത്തരും ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടില്ല, എനിക്കത് മനസ്സിലാവും ശരിക്കും. കാരണം ദൈവമേ നമുക്ക് ഇത്രയും പേരുണ്ടല്ലോ പ്രാർത്ഥിക്കാൻ. ഒരാളല്ല രണ്ടല്ല ആയിരക്കണക്കിന് ആൾക്കാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അതിലും വലിയൊരു ബ്ലെസ്സിങ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേറെ കിട്ടാനില്ല. അപ്പോൾ എല്ലാം ഹാപ്പി ആയിട്ട് നമ്മൾ നേരിടുക. വരുന്നത് വരട്ടെ. നമ്മൾക്കുള്ള ഈ കുറച്ച് സമയം, നമ്മളെല്ലാ മനുഷ്യർക്കും ജീവിതത്തിലുണ്ടാകുന്ന കുറച്ച് ടൈമല്ലേ, ആ കുറച്ച് ടൈം ഹാപ്പി ആയിട്ടിരിക്കുക, നന്നായിട്ട് ജീവിക്കുക, ആസ്വദിക്കുക എന്നുള്ളതാണ് ജീവിതം. അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ജീവിതം ഇനി അങ്ങോട്ട് ആസ്വദിക്കാൻ പോവുക. നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നമ്മളെ. പിന്നെ എനിക്ക് കരച്ചിലും ഇന്നലെ അമ്മേനെ കയറ്റിയപ്പോൾ എനിക്ക് വല്ലാതെ എനിക്കറിയത്തില്ല, എനിക്ക് ഹൈ BP കൂടുവാണോ തല ചുറ്റൽ വരുവാണോ, എനിക്കാണെങ്കിൽ വിഷമം കൊണ്ട് ഒട്ടും പറ്റുന്നുണ്ടായില്ല. പിന്നെ ആരും അടുത്തും ഇല്ലായിരുന്നു. അവർ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ലിജുമോളെയൊക്കെ ഒരിക്കൽ വരണ്ടേ, ഒരു 10 മണിയൊക്കെ ആയപ്പോഴും വന്നത്. അമ്മേനെ 8:30 കയറ്റിയത്. അതുവരെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അമ്മയ്ക്ക് 9 മണിക്ക് അരമണിക്കൂറിനുള്ളിൽ ചെയ്ത്. പിന്നെ അവർ ഒബ്സർവേഷനിൽ വെച്ചായിരുന്നു. 12 പേരുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അമ്മച്ചിക്ക് പക്ഷെ ഞങ്ങൾ കാണിച്ചത് 11:30 കഴിഞ്ഞപ്പോഴാണ്. കാരണം ഒബ്സർവേഷനിൽ വെക്കുമല്ലോ അവർ ഇത് കഴിഞ്ഞിട്ട്, എന്നിട്ടാണ് ICUയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മേനെ ഞങ്ങൾ 12 മണിക്ക് കാണിച്ചു. എന്തൊക്കെ പറഞ്ഞാൽ അമ്മേനെ കാണുന്ന വരെ ഉണ്ടാകുന്ന ആ മനസ്സിലെ ബുദ്ധിമുട്ട് അതെനിക്ക് വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇരുന്നിരിപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചെങ്കിലും ഒരു ആശ്വാസം വന്നു. കാരണം നമുക്ക് സപ്പോർട്ടിന് അവരെപ്പോഴും ഉണ്ടാകുമ്പോൾ ഒരു കരുതലാണല്ലോ. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് എൻ്റെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു വിഷമം എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കരയാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ പൊട്ടി കരയണമെന്ന് എനിക്കുണ്ട്. പക്ഷെ എന്നാലും ഞാനെല്ലാം സഹിച്ചു. കാരണം നമ്മൾ തളർന്നു കഴിഞ്ഞാൽ നമുക്ക് വരേണ്ടതെല്ലാം നമ്മൾ നേരിട്ടേ പറ്റുള്ളൂ, നല്ലതാണേലും ചീത്തയാണേലും. അപ്പം അതുകൊണ്ട് അത്രയേ ഉള്ളൂ. ഒരുപാട് സന്തോഷം എനിക്ക് എല്ലാം നല്ല രീതിയിൽ നടന്നതിന്. ഒരുപാട് സന്തോഷം. ഇനി നമ്മൾ ഡിസ്ചാർജ് ആകുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒപ്പിക്കണം. ചേട്ടായി പരിശ്രമിക്കുന്നുണ്ട്, ഞാനും പരിശ്രമിക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നാളെ ആയിരിക്കും, അല്ലെങ്കിൽ നാളെ തന്നെ ആയിരിക്കും. എന്തായാലും ഞാൻ കുറേ പ്രാവശ്യം പറയുന്നുണ്ടല്ലേ, സോറി. അപ്പോൾ സോറി. അപ്പോൾ ഇനി നമുക്ക് ബാക്കി എന്തെങ്കിലും ഉണ്ടായി കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. ഹലോ, നമ്മുടെ 3ാമത്തെ ദിവസമാണ് ഹോസ്പിറ്റലിൽ.
അപ്പോൾ ഞാൻ രാവിലെ തന്നെ കാപ്പി മേടിക്കാൻ പോവാണ്, ചായയും കാപ്പിയൊക്കെ. അമ്മ രാവിലെ മേലൊക്കെ തുടച്ച് ഡ്രസ്സൊക്കെ മാറി സുന്ദരിയായിട്ട് കിടക്കുന്ന കാണിച്ചു തരാം കേട്ടോ. ഞാൻ അമ്മ ഹായ്. അപ്പോൾ ഇതാണ് ട്യൂബ് കേട്ടോ. ഈ ട്യൂബ് ബ്ലഡ് ഇതെല്ലാം പോയി കഴിയുമ്പോഴാണ് ട്യൂബ് മാറ്റത്തുള്ളൂ. അപ്പോൾ ട്യൂബ് മാറ്റിയാലാണ് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എൽക്കുട്ടിയാന്ന് കിടക്കണം. അടിപൊളി നൈറ്റിയൊക്കെ ഇട്ടാട്ടോ കിടക്കുന്നത്. ഫോട്ടോ ഇട്ടെ. ഓക്കെ. ചേട്ടാ നമ്മൾ ഫ്ലാസ്കൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഫ്ലാസ്കിലാക്കുകൊണ്ട് ചായ മേടിക്കാം, 2 ചായ മേടിക്കാം, 2 നേരം കൊണ്ട് വേണം. നമ്മൾ കാപ്പിയൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വരുമ്പോഴേ ഒരു ഗ്ലാസ് മേടിച്ചിട്ടുണ്ടേ. ചെന്നിട്ട് കാണിക്കാം. കാപ്പിപ്പൊതി കഴിക്കാം കേട്ടോ. ഓക്കെ ആയിട്ട് വരുന്നു. ദോശയല്ല, ഇഡ്ഡലി ചമ്മന്തി. ഒത്തിരി എരിവൊന്നും കഴിച്ചുകൂടാന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കറിയൊക്കെ എടുത്താൽ കഴിക്കുന്നത് കേട്ടോ. പക്ഷെ വയറ് നിറച്ച് ഫുഡ് കഴിക്കണം അമ്മ. ക്ഷീണമാവും, പിന്നെ മെഡിസിൻ കയറുന്നതല്ല, ആൻറ്റിബയോട്ടിക് ശരീരത്തിൽ കയറുമ്പോൾ അതനുസരിച്ച് ക്ഷീണം വരും, തലകറക്കം ഉണ്ടാവും. കഞ്ഞി മതിയായിരുന്നു രാവിലെ. പക്ഷെ ഇവിടുത്തെ കഞ്ഞി കുടിക്കാനൊരു സുഖമില്ല കേട്ടോ. ഉച്ചയ്ക്ക് 3 നേരം കഞ്ഞി കുടിക്കുക. ഓട്സ് ഉണ്ടമ്മ. പിന്നെ രാവിലെ നമ്മളിങ്ങനെ കഴിക്കുന്നത് നല്ലതാണ്. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പയ്യെ നന്നായിട്ട് ചവച്ച് പയ്യെ ചവച്ചിട്ട് അങ്ങ് ഇറക്ക്. ചവയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇറക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളൂ അല്ലേ? പെയിനൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം ചെറിയ പെയിനുണ്ട്. ഇതിപ്പോൾ മെഡിസിൻ ചെല്ലുന്നതുകൊണ്ട് അത്ര പെയിൻ അറിയാൻ പറ്റില്ല, കുറച്ച് പെയിൻ ഉണ്ടാവുള്ളൂ. ക്ലിയറായി. കാരണം ഇത് കിടക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് വ്യത്യാസം ഉണ്ട്. പക്ഷെ ഇപ്പം ക്ലിയറായി. ഇന്നലത്തേക്കാൾ ഇന്ന് സൗണ്ട് ക്ലിയറായി, കുഴപ്പമൊന്നുമില്ല. പിന്നെ മുറിവ് തുറന്ന് കാണിച്ചിട്ട് പിന്നെ ഈ ട്യൂബ് ഇട്ടേക്കുന്ന ഭാഗം സെപ്പറേറ്റ് ഒട്ടിച്ചേക്കുക. ഇതും തുറന്ന് കാണിച്ച് ഇവിടുന്നൊരു ഇത് ഞാൻ കണ്ട്. ഇല്ല, നമുക്ക് ഒട്ടിപ്പായതുകൊണ്ടേ ഇപ്പോൾ പേടി തോന്നുന്നില്ലേ. ഇത് സ്റ്റിച്ചാണെങ്കിൽ പേടി തോന്നും. പുറത്തേക്ക് മുറിവ് നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ഒട്ടിപ്പാണ്ട് മുറിവ് കാണാൻ പറ്റില്ല. ഇനിയിപ്പോൾ ട്യൂബ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഇനി എൻ്റെ ജൂനിയർ ഡോക്ടർ വന്നു. ഇനി സീനിയർ ഡോക്ടർ വന്നിട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഇന്ന് പോകാൻ പറ്റൂല എന്നുള്ളത്. നോക്കാം. ട്യൂബ് ഊരിയാൽ പോയാൽ മതി, പയ്യെ പോയാൽ എന്താ തിടുക്കം എല്ലാം ഓക്കെ ആയിട്ട് പോയാൽ മതി. പിന്നെ എല്ലാവർക്കും വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴുള്ളൊരു സമാധാനം ഉണ്ടാവുള്ളൂ അല്ലേ. ഞാൻ ഉറങ്ങാത്തതിൻ്റെ 3ാമത്തെ ദിവസമായിരുന്നു. ഉറങ്ങി ഇന്നലെ ഇച്ചിരിയൊക്കെ നേരം ഉറങ്ങി. പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര ഒരു ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ തോന്നത്തില്ല. രാവിലെ എണീച്ചപ്പോൾ ചെറിയ തോതിൽ തലയൊക്കെ ചുറ്റിയിട്ടാ. ഞാൻ പിന്നെ വേഗം കുറച്ച് 2 മിനിറ്റ് കിടന്ന് വെള്ളമൊക്കെ കുടിച്ചപ്പോൾ സെറ്റായി. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കിടക്കണം. എനിക്ക് പിന്നെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അധികം അങ്ങ് ഫുഡ് കഴിക്കാൻ താല്പര്യമില്ല കേട്ടോ. താല്പര്യമില്ലെന്ന് എനിക്കെന്ത് തോന്നത്തില്ല. എനിക്ക് നടന്ന് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒരു 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് കാര്യം. ഇനിയിപ്പോൾ ഞാൻ മേടിച്ചത് പയറുതോരനാണ് കേട്ടോ. 2 സെറ്റ് പയറുതോരൻ, ചെറുപയർ. എനിക്ക് ചെറുപയർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെറുപയർ തോരനും പിന്നെ ഇഡ്ഡലി ഉണ്ട്. അമ്മയ്ക്ക് 2 സെറ്റ് മേടിച്ചതിൽ അമ്മ 2 കഴിച്ചിട്ടുണ്ട്. ഇനി 2 കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കഴിക്കണം. അത് 2 കഴിച്ചിട്ട് ഇരിക്കാം. അപ്പോഴത്തേക്കും ഡോക്ടർ വരും. സജി ഡോക്ടർ, അമ്മേനെ കാണിക്കാൻ സജി ഡോക്ടർ കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചു, ഇപ്പോഴും അറിയാത്ത കുറച്ച് പേരുണ്ട് അമ്മയ്ക്ക് എന്തായിരുന്നു സർജറി എന്ന്. അമ്മയ്ക്ക് തൈറോയിഡായിരുന്നു, മുഴയായിരുന്നു കേട്ടോ. 2 ഉണ്ടായിരുന്നു. ഒന്നിവിടെ ഒന്നിവിടെ ഭാഗത്തുണ്ടായിരുന്നു, ഇച്ചിരി വലുതായിരുന്നു. ഇപ്പോഴും ഉണ്ടായിരുന്നു. 2 എടുത്തു. എന്നിട്ട് ഇപ്പോൾ ട്യൂബ് ഇട്ടേക്കുക കേട്ടോ. പൊളിഞ്ഞു പോകുന്നല്ലോ. ഇപ്പോൾ ട്യൂബ് ഇട്ടേക്കാണ്. ഞാൻ ട്യൂബ് മാറ്റും. അപ്പോൾ കുറേ പേര് ചോദിച്ചു. ഞാൻ എല്ലാ വീഡിയോയിലും, ഞാൻ നേരത്തെ വീഡിയോകളിൽ കാണാത്തവരാട്ടോ നമ്മുടെ അടുത്ത് അത് ചോദിക്കുന്നത് എന്താ പറ്റിയെന്നുള്ളത്. അപ്പോൾ അത് ഒന്നുകൂടെ പറഞ്ഞാണേ, എല്ലാവർക്കും അറിയാമല്ലോ അത്. അപ്പോൾ അതാണ് കാര്യം. ഇപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നു. പിന്നെ നമുക്ക് ആ മുഴ എടുക്കുമ്പോൾ അവർ ബയോപ്സിക്ക് അയക്കും. ബയോപ്സിക്ക് അയച്ചിട്ട് എന്തെങ്കിലും റിസൾട്ട് എന്താണ് നമ്മുടെ അടുത്ത് പറയും. ഇങ്ങനെയൊക്കെയാണ് കാര്യം. ക്ലാസ് മേടിച്ചു.
ക്ലാസ് ഇന്നലെ ചേട്ടായിട്ട് കൊണ്ട് ചേട്ടാ ഇന്നലെ ഫ്ലാസ്ക് കൊണ്ടുവന്നു, പക്ഷേ ക്ലാസ് കൊണ്ടുവരാൻ പറയാൻ ഞാൻ മറന്നുപോയി. ക്ലാസ് ഞാൻ മേടിച്ചു, നല്ല ക്ലാസ്. ആ ഒരെണ്ണോടെ കഴിക്കേ അമ്മേ. ഭക്ഷണം കഴിക്കണം. നമ്മുടെ വയറ്റിൽ നിന്നൊക്കെ പോകണം. ഇപ്പോൾ 2 ദിവസമായില്ലേ ടോയ്ലറ്റിലൊക്കെ പോട്ടെ. അപ്പോൾ വയറ്റിൽ നിന്നൊക്കെ നന്നായിട്ട് പോകണമെങ്കിൽ അത്യാവശ്യം ഭക്ഷണം ചെന്നാലേ പോകുള്ളൂ. തോന്നുന്നുമില്ല. പിന്നെ വയറ്റിലേക്ക് ഫുഡ് ചെല്ലുന്നില്ലല്ലോ. ഞാൻ ആശുപത്രി ലിജുമോളുടെ കൂടെ ആശുപത്രി കിടന്ന് 5 ദിവസമൊക്കെ ടോയ്ലറ്റിൽ പോകാതിരുന്നത്. 5 ദിവസമൊക്കെ. കാരണം ഫുഡ് കഴിക്കത്തില്ല. നീ ലിജുമോൾ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് അന്നേരം ഫുഡ് കഴിക്കാൻ തോന്നുമല്ലോ. തരാം, വെള്ളം തരാം. അപ്പോൾ ചായ കുടിച്ചോണ്ടിരിക്കുക. പറ എന്തിലേക്ക് ഒന്ന് പറയൂ സഹോദരി. അപ്പോൾ എല്ലാവരോടും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും അതെ ഒത്തിരി ഒത്തിരി നന്ദി. ഒത്തിരി ഒത്തിരി നന്ദി. എല്ലാവരും പ്രാർത്ഥിച്ചത് അറിഞ്ഞപ്പോൾ ഒത്തിരി സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. ആണോ? അതാണ് അത്രയും പേരുടെ ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടെന്ന് പറയുന്ന പോലെ നമ്മുടെ ഓരോ കഷ്ടപ്പാടിലും കഷ്ടതയിലും കണ്ട് നമ്മളെ സഹായിച്ചും സ്നേഹിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഞാൻ ആശുപത്രി വെച്ചും കുറേ പേരൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, അമ്മയുടെ സർജറി അല്ല മോളുടെ വീഡിയോ ഒക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ എലിജിമോളുടെ ഒക്കെ വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ പേരെ ഞാൻ ആശുപത്രി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ ഭയങ്കര മനസ്സിലൊരു സന്തോഷമായിട്ടോ. അവര് നമ്മളോട് ഒന്ന് വാവയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ വാവ അത് പറയുമ്പോൾ ഒരു സന്തോഷം അത് വേറെ കേട്ടോ. ഭാര്യയിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ വെച്ച് കണ്ടാൽ തീർച്ചയായിട്ടും മിണ്ടാൻ മറക്കരുത്. കാരണം എനിക്ക് നിങ്ങളറിയില്ല, നിങ്ങൾക്ക് എന്നെ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും വന്ന് സംസാരിക്കുക, അമ്മേനെ കണ്ടാലും സംസാരിക്കുക. ഒരുപാട് സന്തോഷമുണ്ട്. ആ ഒരു സ്നേഹത്തോടെയുള്ള ചേർത്ത് നിർത്തലാണ് ഞങ്ങൾക്ക് വേണ്ട ഏറ്റവും വലിയ സപ്പോർട്ട്. ഇനി നമ്മൾ മുന്നോട്ട് ഈ പ്രശ്നം ഈ ഒരു ആശുപത്രി കേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ മുന്നോട്ട് വേറെ പ്രശ്നങ്ങളൊന്നും അസുഖമൊന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണേന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും അതെ ഹാപ്പി ആയിട്ടിരിക്കുക. അത് നാളുകളായിട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്നിട്ട് ഇതോടുകൂടി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോണേ. അത് തന്നെ അത് തന്നെ നാലാമത്തെ ആളാണ് ഞാൻ. അതെല്ലാം മാറും. മനുഷ്യനാണ് ഇതിലും വലിയ പ്രശ്നങ്ങൾ. ഇതിപ്പോൾ മൈനറായിട്ടൊരു സർജറി ആയിരുന്നു, പക്ഷേ ഇതിലേറെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. ബെഡിൻ്റെ തൊട്ടപ്പുറം കിടന്നൊരു ചേച്ചിക്ക് ഇതുപോലെ ഷുഗറൊക്കെ ഹൈ ആയിട്ട് ചേച്ചി 2 വർഷമായി കിടക്കും. പക്ഷേ ആ ചേച്ചിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിൽ പവറുള്ള ആളാണ്. എനിക്ക് കണ്ടപ്പോഴേ തോന്നുന്നു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. അവരൊക്കെ ലൈഫിലേക്ക് വരണം, ഇനിയും മുന്നോട്ട് വരണം എന്നുള്ള ഇല്ല മുന്നോട്ട് വരണം എന്നുള്ള ഇന്നലെ ആ ചേച്ചിയുടെ സർജറി ആയിരുന്നു. അപ്പോൾ അത് ചേർന്ന് ചെല്ലുമ്പോൾ എന്തായെന്നൊക്കെ അറിയണം. അപ്പോൾ ഓക്കെ ആയിട്ടിരിക്കട്ടെ. എത്രയും വേഗം എഴുന്നേറ്റ് നടക്കാനും സ്വന്തം കാര്യം ചെയ്താൽ മതി. അത് തന്നെ എണീച്ച് 2 സ്റ്റെപ്പ് വെച്ച് സ്വന്തം കാര്യം ചെയ്യാനുള്ള ഒരു ഞങ്ങളും അതെ ലിജിമോളിലാണ് അവളുടെ സ്വന്തം കാര്യമൊക്കെ ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്, വേറൊന്നുമല്ല. നാളെ ഇപ്പോൾ ഞങ്ങൾ ആരും അടുത്തില്ലാതെ വരുന്ന സിറ്റുവേഷൻ അവൾക്ക് തന്നെ സർവൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവൾ വരണം. അല്ലാതെ വീട്ടിൽ ചെന്ന് കഞ്ഞിയും കറി ഉണ്ടാക്കണം, അലക്കണം എന്നൊന്നുമല്ല. അവളുടെ കാര്യങ്ങൾ ടോയ്ലറ്റിൽ പോകാനാകട്ടെ, അവൾക്ക് കുളിക്കാനാകട്ടെ, സ്വന്തം കാര്യം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാവണം. അത്രേ ഉള്ളൂ. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള കാര്യം കേട്ടോ. എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടി എൻ്റെ ദൈവമേ എനിക്കിങ്ങനെ നല്ലത് തരണേന്ന് പറഞ്ഞ് എൻ്റെ ലൈഫിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ ദൈവം അതെനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കും ദൈവം അത് ആ കൂട്ടത്തിൽ തരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. രോഗാവസ്ഥയിലുള്ളവർക്കൊക്കെ എത്രയും രോഗമൊക്കെ മാറി നല്ല രീതിയിൽ വരട്ടെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്നത്തെ വീഡിയോ അല്ല, ഇന്നത്തേക്ക് ഞാൻ അടുത്ത വീഡിയോ എടുക്കും. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ് ഇത്. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യുന്ന കേട്ടോ. ഞാൻ എൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്ന് ഞങ്ങൾ ചിലപ്പോൾ വീട്ടിൽ പോകും, ചിലപ്പോൾ ഇവിടെ അഡ്മിറ്റ് ആയിരിക്കും, നാളെ ആയിരിക്കും പോകാൻ പറ്റില്ല, എന്താണെന്ന് അറിയത്തില്ല. എല്ലാം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.